ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോഡി മദ്രസയുടെയും കീഴിലുള്ള 6ാം ക്ലാസ്സിൽ ഡിസംബറിലൊക്കെ നടത്തുന്ന ക്രിസ്മസ് എക്സാം, സ്കൂളിലെ ക്രിസ്മസ് എക്സാമിൻ്റെ ഒക്കെ കൂടെ മദ്രസ എക്സാം നടത്തുന്ന സ്കൂൾ മദ്രസകളുണ്ട്. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുത്താവുന്ന ഒരു ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര പാഠങ്ങൾ ഉൾപ്പെട്ട പാഠത്തു നിന്നാണ് ഇത് ചോദ്യം വന്നതെന്ന് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അവസാനം പറയാം, മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മസായിലുൽ ഫിഖ് ആണ്. കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ് ആദ്യം വരുന്നത്. ദുൽഹിജ്ജ 9 നോമ്പ്. ദുൽഹിജ്ജ 9 നോമ്പാണ് ഏത്? അറഫ. അറഫ 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 ദുൽഹിജ്ജ 9 അറഫ സംഗമം അല്ലേ? അപ്പം അന്ന് നമ്മൾ അറഫ നോമ്പ് അനുഷ്ഠിക്കുന്നു. ആഷുറാവും താസുആവും മുഹറത്തിലാണ്. മുഹറം 9, ആഷുറാ മുഹറം 10 ഓക്കെ. അടുത്തത് സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥൻ. സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അൽ ആമിൽ. അൽ ആമിൽ എന്നതാണ്. 4-ൽ ഒരു മദ്ഹബ് തക്ലീദ് ചെയ്യൽ. 4-ൽ ഒരു മദ്ഹബ് തക്ലീദ് ചെയ്യൽ വാജിബാണ്. 4-ൽ ഒരു മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണ്, അതാണ് വാജിബാണ്. അടുത്തത് എന്താണ്? മയ്യിത്ത് നിസ്കാരത്തിൽ തക്ബീറുകൾ. 4 തക്ബീറുകളുണ്ട്. മയ്യിത്ത് നിസ്കാരത്തിൽ 4 തക്ബീറുകളുണ്ട്. ഉഹുദ് മലയോളമുള്ള പ്രതിഫലം. ഉഹുദ് മലയോളമുള്ള പ്രതിഫലമാണ് കീറാത്ത്. ഉഹുദ് മലയോളമുള്ള പ്രതിഫലമാണ് കീറാത്ത്. അസ്സൽജ് എന്നതിൻ്റെ അർത്ഥം. അസ്സൽജ് എന്താണ്? മഞ്ഞ് എന്നാണ്. അസ്സൽജ് എന്ന് പറഞ്ഞാൽ മഞ്ഞ് എന്നാണ്. ഓക്കെ. ഇനി നമുക്ക് ചേരുമ്പടി ചേർക്കാനാണ്. അല്ലാഹുമ്മ ഊഫിർ ലഹു. അല്ലാഹുമ്മ ഊഫിർ ലഹു. അല്ലാഹുവേ നീ മയ്യിത്തിന് പുറത്തു കൊടുക്കണമേ. ഓപ്ഷൻ സി. അല്ലാഹുവേ നീ മയ്യിത്തിന് പുറത്തു കൊടുക്കണമേ. നക്കിഹി മിനൽ ഹത്തായ. നക്കിഹി മിനൽ ഹത്തായ പാപങ്ങളിൽ നിന്ന് നീ അവനെ ശുദ്ധീകരിക്കണമേ. പാപങ്ങളിൽ നിന്ന് നീ അവനെ ശുദ്ധീകരിക്കണമേ. ഓപ്ഷൻ ഇ. അദ്ഖിൽഹുൽ ജന്ന. അദ്ഖിൽഹുൽ ജന്ന എന്താണ്? അദ്ഖിൽഹുൽ ജന്ന അവനെ സ്വർഗത്തിൽ കടത്തേണമേ. അവനെ സ്വർഗത്തിൽ കടത്തേണമേ. അപ്പം അതിൻ്റെ എഴുതാം. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് എന്താണ്? അല്ലാഹുവേ നീ മയ്യിത്തിന് ഉത്തരം തോന്നിപ്പിക്കണമേ. അല്ലാഹുവേ നീ മയ്യിത്തിന് ഉത്തരം തോന്നിപ്പിക്കണമേ. ഓപ്ഷൻ ബി. അടുത്തതാ അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലി ഫസൽ. അല്ലാഹുവേ സർവ്വ ഭയങ്ങളിൽ നിന്നും മയ്യിത്തിന് നീ അഭയം നൽകണമേ. അപ്പം അതിൻ്റെ ഓപ്ഷൻ ഡി. അപ്പോൾ അത് നമ്മൾ എത്രാമത്തെ പാഠത്തിലാണ്? 4ാമത്തെ പാഠത്തിൽ തൽക്കീനും തസ്ബീത്തും മയ്യിത്തിന് മേലുള്ള ദുആ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഇത് വന്നത്, മനസ്സിലാക്കുക. അടുത്തതെന്താണ്? പൂരിപ്പിക്കാൻ. മതപരമായ കാര്യങ്ങളിലുള്ള മുജ്തഹിദുകളുടെ തീർപ്പുകളാണ് മദ്ഹബുകൾ. മുജ്തഹിദുകളുടെ എന്ന് പൂർത്തിയാക്കി കൊടുക്കാം. അടുത്തതാ അല്ലാഹുമ്മ എന്താണ്? ഡേഷ് ഖബർ എന്താണ്? തസ്ബീത്ത് എന്നാണ് വന്നത്. അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈഹി. അല്ലാഹുമ്മ ഊഫിർ ലഹു വർഹംഹു. അപ്പോൾ അത് പൂർത്തിയാക്കി കൊടുക്കുക. അടുത്ത് ഹിജ്റ ഡേഷിന് ശേഷമുള്ളവരെല്ലാം 4-ൽ ഒരു മദ്ഹബ് തക്ലീദ് ചെയ്ത് ജീവിച്ചവരാണ്. എന്താണ്? ഹിജ്റ 3-ാം നൂറ്റാണ്ടിന് ശേഷമുള്ളവരെല്ലാം 4-ൽ ഒരു മദ്ഹബ് തക്ലീദ് ചെയ്ത് ജീവിച്ചവരാണ്. അടുത്തത് ഒരു സ്വാ 4 മുദ്ദാണ്. ഒരു സ്വാ 4 മുദ്ദാണ്. അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു വഗ്ഫിർ ലനാ വലഹു. 4-ാം തക്ബീറിന് ശേഷമുള്ള മയ്യിത്ത് നിസ്കാരത്തിലെ 4-ാം തക്ബീറിന് ശേഷമുള്ള ദുആ. അടുത്തത് ഷവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകും. ഷവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകും. അടുത്ത ഇതിന് ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. 20 മിസ്കാല് ഏകദേശം എത്ര ഗ്രാം തൂക്കമാണ്? 20 മിസ്കാല് 85 ഗ്രാം. ഏകദേശം 85 ഗ്രാം തൂക്കമാണ് സ്വർണത്തിൻ്റെ നിസാബ്. അടുത്തത് അൽ ആരിം. അൽ ആരിം എന്നതിൻ്റെ അർത്ഥം എന്താണ്? കടമുള്ളവൻ എന്നാണ്. അൽ ആരിം എന്ന് പറഞ്ഞാൽ കടമുള്ളവൻ എന്നാണ് അർത്ഥം.
അടുത്തത്, ഒരാൾക്ക് വേണ്ടി എത്രയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു സോ ആണ്. ഇനി 4 മുദ് എഴുതാം, 200 മില്ലി ലിറ്റർ അങ്ങനെയും എഴുതാം. മനസ്സിലാക്കട്ടാ. ഇനി മയ്യിത്ത് നിസ്കാരത്തിൽ 1-ാം തക്ബീറിന് ശേഷം എന്താണ് ഓതേണ്ടത്? മയ്യിത്ത് നിസ്കാരത്തിൽ 1-ാം തക്ബീറിന് ശേഷം ഫാത്തിഹ, 2-ാം തക്ബീറിന് ശേഷം ഇബ്രാഹിമിയ സ്വലാത്ത്, 3-ാം തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു എന്ന ദുആ, 4-ാം തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു എന്ന ദുആ. അതാണ് മയ്യിത്ത് നിസ്കാരത്തിൽ 4 തക്ബീറുകളാണുള്ളത്. അടുത്തത്, സഹാബികളിൽ പ്രമുഖ മുജ്തഹിദുകളിൽ 4 ഖലീഫമാരല്ലാത്ത ഒരാൾ. സഹാബികളിലെ പ്രമുഖ മുജ്തഹിദുകളിൽ 4 ഖലീഫമാരല്ലാത്ത ആള് ആരൊക്കെയാണ്? നമ്മൾ ഫസ്റ്റത്തെ പാഠത്തിൽ കുറച്ച് പേര് പഠിച്ചിട്ടുണ്ട്. അതിന് ഏതെങ്കിലും ഒരു പേര് എഴുതിയാൽ മതി. 4 ഖലീഫമാർ. പിന്നെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, സെയ്ദ് സാബിത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അബ്ദുല്ലാഹിബ്നു ഉമൈർ, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ മുജ്തഹിദുകൾ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് ഒരു പേര് എഴുതുക. അടുത്തതാ, കച്ചവട സാധനങ്ങളിൽ എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? എത്രയാണ്? വെള്ളിയുടെ നിസാബാണ് കച്ചവടത്തിൻ്റെ നിസാബ്. അപ്പോൾ അവിടെ വെള്ളിയുടെ നിസാബാണ് കച്ചവടത്തിൻ്റെ നിസാബ്, അത് എഴുതാം. അടുത്തത്, സക്കാത്ത് നിർബന്ധമുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ് സക്കാത്ത് നിർബന്ധമുള്ളത്? സ്വർണം, വെള്ളി, ഭക്ഷ്യധാന്യം, ഈത്തപ്പഴം, മുന്തിരി, ആട്, മാട്, ഒട്ടകം എന്നിവയാണ് സക്കാത്ത് നിർബന്ധമുള്ള വസ്തുക്കൾ. 8 ഇനം വസ്തുക്കളിൽ സക്കാത്ത് നിർബന്ധമാണ്. മയ്യിത്തിൻ്റെ 2 കണ്ണുകൾ അടയ്ക്കുമ്പോൾ എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തത്, 2 ഖീറാത്ത് പ്രതിഫലം ലഭിക്കും. ആർക്കാണ്? മയ്യിത്തിനെ അനുഗമിക്കുകയും നിസ്കരിക്കാനും മറവ് ചെയ്യാനും കൂടെ ഉണ്ടാവുകയും ചെയ്താൽ 2 ഖീറാത്ത് പ്രതിഫലം ലഭിക്കും. മയ്യിത്തിനെ അനുഗമിക്കുകയും നിസ്കരിക്കാനും മറവ് ചെയ്യാനും കൂടെ ഉണ്ടാവുകയും ചെയ്താൽ 2 ഖീറാത്ത് പ്രതിഫലം ലഭിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതാം. മയ്യിത്തിനെ അനുഗമിക്കുന്നവർക്കും നിസ്കരിക്കാനും മറവ് ചെയ്യാനും കൂടെ ഉണ്ടാകുന്നവർക്കാണ് 2 ഖീറാത്ത് പ്രതിഫലം ലഭിക്കുക. അടുത്തത്, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. എപ്പോഴെല്ലാമാണ്? നോമ്പ് തുറക്കുമ്പോഴും തൻ്റെ റബ്ബിനെ പരലോകത്ത് കണ്ടുമുട്ടുമ്പോഴും. നോമ്പ് തുറക്കുമ്പോഴും പരലോകത്ത് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും ഉള്ള സന്തോഷമാണ് നോമ്പുകാർക്കുള്ള 2 സന്തോഷങ്ങൾ. എന്തിനാണ് ഫിത്ർ സക്കാത്ത് ഫർളാക്കിയത്? നോമ്പിലുള്ള തെറ്റുകളും അനാവശ്യങ്ങളും അത് ശുദ്ധീകരിക്കും. അത് പാവങ്ങൾക്കുള്ള ഭക്ഷണമാണ്. നോമ്പിലുള്ള തെറ്റുകളും അനാവശ്യങ്ങളും അത് ശുദ്ധീകരിക്കും. അത് പാവങ്ങൾക്കുള്ള ഭക്ഷണമാണ്. അടുത്തത്, മുജ്തഹിദുകളുടെ യോഗ്യതകളിൽ നിന്ന് 2 എണ്ണം എഴുതുക. മുജ്തഹിദുകളുടെ യോഗ്യതകൾ. ഖുർആനിലും തഫ്സീറിലും നിദാന ശാസ്ത്രത്തിലുമുള്ള ആയത്തിലുള്ള അറിവ്. ഹദീസിലും ഹദീസ് നിദാന ശാസ്ത്രത്തിലും ആയത്തിലുള്ള അറിവ്. അങ്ങനെ നമ്മളവിടെ 6 കാര്യങ്ങൾ 1-ാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കണം. ഇതുപോലെ എഴുതാൻ വരാം. അടുത്തത് എന്താണ്? മദ്ഹബിലെ പ്രബല ഗ്രന്ഥങ്ങളിൽ നിന്ന് 4 എണ്ണം എഴുതുക. എന്തൊക്കെയാണ്? മിൻഹാജു തോലിബീൻ, ഷർഹ് മുഹദ്ദബ്, തുഹ്ഫത്തുൽ മുഹ്താജ്, ഫത്ഹുൽ മുഈൻ എന്നിവ ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥങ്ങളിൽ ചിലതാണ്. അടുത്തത്, ഫസ്അലു അഹ്ലദ് ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. ആശയം എഴുതുക. എന്താണ്? അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്കറിവില്ലെങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കൂ. ഇതാണ് അതിൻ്റെ ആശയം. ഇനി 5 വരിയിൽ കുറയാതെ എഴുതാൻ വന്നത് ഇസ്ലാമിക പ്രമാണങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മുടെ 1-ാമത്തെ പാഠത്തെ ആസ്പദമാക്കിയിട്ടാണ് നമ്മളത് എഴുതേണ്ടത്. എന്താണ്? മതപരമായ കാര്യങ്ങളിൽ സഹാബികൾ ഗവേഷണം നടത്തുന്നവരും വിധികൾ കണ്ടെത്തുന്നവരുമായിരുന്നു. ഈ രീതിയിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നും മുജ്തഹിദുകളായ പണ്ഡിതന്മാർ മതവിധി കണ്ടെത്തുന്നതിന് ഇജ്തിഹാദ് എന്ന് പറയുന്നു. പരിശുദ്ധ ഖുർആന്, തിരുസുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നിവയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചതും പാരായണം ചെയ്യാൻ കൽപ്പനയുള്ളതുമായ അല്ലാഹു തആലയുടെ കലാമാണ് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അനുവാദം എന്നിവയാണ് തിരുസുന്നത്ത്. ഒരു വിഷയത്തിൽ ഒരു കാലത്തെ എല്ലാ മുജ്തഹിദുകളുടെയും ഏകോപിച്ച അഭിപ്രായമാണ് ഇജ്മാ. ഖുർആനിലോ സുന്നത്തിലോ വ്യക്തമായി വിധി പറയാത്ത ഒരു വിഷയത്തെക്കുറിച്ച് വ്യക്തമായി വിധി പറഞ്ഞ വിഷയവുമായി തുലനം ചെയ്ത് ചേർക്കലാണ് ഖിയാസ്. ഇസ്ലാമിക പ്രമാണങ്ങളെ കുറിച്ചിട്ട് നമുക്കത് എഴുതാം.
ഇനി അടുത്തത് വരുന്നത് മയ്യിത്ത് നിസ്കാരമാണ്. മയ്യിത്ത് നിസ്കാരത്തെ കുറിച്ചിട്ട് എഴുതണം. എന്താണ് മയ്യിത്ത് നിസ്കാരത്തിന് 4 തക്ബീറുകളാണുള്ളത്. 1-ാം തക്ബീറിന് ശേഷം ഫാത്തിഹയും, 2-ാം തക്ബീറിന് ശേഷം ഇബ്രാഹിമിയ സ്വലാത്തും, 3-ാം തക്ബീറിന് ശേഷം അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅഫിഹി വഅക്രിം നുസ്ലഹു എന്ന ഈ ദുആവും, 4-ാം തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്ന ദുആവും ചൊല്ലണം. തുടർന്ന് സലാം വീട്ടണം. ഇതാണ് മയ്യിത്ത് നിസ്കാരം. അതിനെക്കുറിച്ചിട്ടും നമുക്ക് വിശദമാക്കി എഴുതാൻ കഴിയണം. ഇതേപോലെ ഓരോ പാഠത്തെ കുറിച്ചിട്ടും ഫിത്ർ സക്കാത്ത്, നോമ്പ്, അങ്ങനെ ഓരോ പാഠത്തെക്കുറിച്ചിട്ട് നമുക്ക് എഴുതാൻ കഴിയണം. ആ പാഠത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഫിഖ്ഹിലെ 7 ചാപ്റ്റർ വരെയുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെട്ടതാണ്. ഫിഖ്ഹിലെ 7 ചാപ്റ്റർ നോമ്പിനെ കുറിച്ച് വരെയുള്ളത് ഉൾപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് 7 പാഠമൊക്കെ എക്സാമായിട്ട് നടത്തുന്നവർക്കൊക്കെ അത് ഉപകാരപ്പെടുത്താം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.